ഗാന്ധി ഇക്കോ ടൂറിസത്തിന്റെ കൊട്ടവഞ്ചി സവാരിയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. നമ്മളിനി നേരെ പോകുന്നത് ഗവിക്കാണ്. ഗവിക്ക് ഏകദേശം ഒരു 1 മണിയോട് കൂടിയേ നമ്മൾ എത്തിച്ചേരുള്ളൂ. ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. പേരെന്താണ്? എൻ്റെ ഒരു ബെന്നി. വീട് അങ്കമാലി കരയാമറമ്പ്. കൂടെ ആയിരിക്കുന്നുള്ള ഞങ്ങൾ 4 സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഉൾപ്പെടെ 4 ആള്. ഒരു ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്, പേഴ്സണൽ കളക്ഷൻസ്. ഒരു 10,000-ലധികം സ്റ്റാമ്പ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഒരുപാട് വെറൈറ്റി ബുക്സ് ഉണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കുകളാണ്. അതായത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകൾ, ഗ്രേഡ് ക്ലാസിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ കോയിൻ കളക്ഷൻസ് ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ആൻറ്റി കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പഴയ കാലത്തുള്ള കരി, നോക്കം, മറ്റേ വെള്ളിക്കോല്, മറ്റേ നമസ്കാരം. പേരെന്താണ്? സിജോ. അപ്പൊ ഞങ്ങളുടെ ഗൈഡായിട്ട് വന്നല്ലോ. വിശേഷങ്ങൾ പറയൂ. അപ്പൊ ഇവിടുന്ന് 90 കിലോമീറ്റർ വനയാത്ര കേട്ടോ. ഗവിക്ക് വന്നിട്ടുള്ള ഉണ്ടോ? അപ്പൊ 90 കിലോമീറ്റർ വനയാത്രയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ പഞ്ചായത്തിൽ കൂടാണ് യാത്ര ചെയ്യുന്നത്. സീതത്തോട് പഞ്ചായത്തിലെ 3ാമത്തെ വാർഡാണ് ഗവി. ഏകദേശം ഒരു 3 മണി വരെ ഈ വാർഡിൽ കൂടെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഓർഡിനറി സർവീസ് പോകുന്ന റൂട്ട് ഇത് തന്നെയാണ്. ഞാൻ വർഗീസ് ഫ്രം അങ്കമാലി, റിട്ടയറിയാണ്. KSRTC യാത്ര ആദ്യമായിട്ടല്ല. ഈ ബഡ്ജറ്റ് ടൂറിസം ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പലവട്ടം പോയിട്ടുണ്ട്. ഇതും അങ്ങനെ വന്നേക്കുന്നതാണ്. പിന്നെ കാണാൻ നമുക്ക് ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷാജി ബ്രോ. ഇതെൻ്റെ 3ാമത്തെ KSRTC യാത്രയാണ്. പിന്നെ എല്ലാവർക്കും പരിചയപ്പെടാം. എല്ലാവരും ചെറുപ്പമാകണം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, പൊളിച്ചെടുക്കുക. പെൻസ്റ്റോക്കിന്റെ അകത്തൊക്കെ ഓക്സിജന്റെ ലഭ്യത കുറവായതിനാൽ അന്ന് നിർമ്മിച്ചൊരു ഓക്സിജന്റെ പ്ലാന്റ് ആണ്. 67 കാലഘട്ടത്തിലാണ്. അതുകൂടാതെ കടലിനകത്തൊക്കെ പാറകൾ പൊട്ടിക്കുമ്പോഴും മറ്റും പുകപടലങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഈ ഓക്സിജൻ തെളിവിട്ടാണ് അതിനകത്ത് പുകകൾ മാറ്റിക്കൊണ്ടിരുന്നത്. മൂഴിയാർ ഡാമാണ്. നിങ്ങളുടെ വലതുവശത്ത് റിസർവോറിൽ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് വരുന്ന വെള്ളമാണ് ഈ കിടക്കുന്നത്.